ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 മെയ് 14 ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. മാർക്കറ്റ് ഡാറ്റയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലൈഫ് ടൈമിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും അൺറീച്ചബിൾ ആയിട്ടുള്ള ഒരു ഫൈനൽ അൾട്ടിമേറ്റ് ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിന് മുൻപേ ആയിട്ട് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഓരോ സംഭവങ്ങളും റീച്ചബിൾ ആയിട്ടുള്ള ഗോൾസ് അതിൻ്റെ മുൻപേ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, എന്നാൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗോളായിരിക്കണം നമ്മൾ അതിന് സെറ്റ് ചെയ്യേണ്ടത്. ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കണം. പക്ഷെ മനസ്സിന് തോന്നണം അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് കണ്ടിന്യൂസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടായിരിക്കണം. നമുക്കൊരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓപ്പോസിഷൻ ഒരാളുണ്ടായിരിക്കണം. നമുക്ക് എഗെയിൻസ്റ്റ് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് പ്രതിരോധം എന്ന നിലയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത് നമ്മളൊരു ഗോൾ ബേസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രചോദനം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് കണ്ടിന്യൂസ് മോട്ടിവേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ മോട്ടിവേഷൻ കിട്ടണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലെത്തണം. ഇപ്പോൾ എനിക്ക് നടന്നിട്ട് ഇവിടുന്ന് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തെത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നടന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഡെസ്റ്റിനേഷനാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ വൺസ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നൊന്നും ചെയ്യാനില്ല, ലൈഫ് ബോറിംഗ് ആയി പോകും. സോ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് അതിനേക്കാളും വലിയ മറ്റൊരു ഗോൾ ഉണ്ടാവണം. അത് അച്ചീവ് ചെയ്ത് അതിനേക്കാളും വലിയതാണ്. അങ്ങനെ ഒരിക്കലും എൻ്റെ ലൈഫ് ടൈമിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ടാർഗറ്റ്, ഒരു ഗോള് എനിക്കുണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ലൈഫ് എപ്പോഴും എനിക്ക് ആ ഗോള് എത്തിപ്പിടിക്കണം അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തണം എന്ന ഒരു അതിയായ മോഹത്തിൽ, അതിയായ പ്രചോദനത്തിൽ എൻ്റെ ജീവിതം ഞാൻ എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇന്ന സ്ഥലത്തെത്തണം എന്നുള്ളത്. സോ നിങ്ങളൊക്കെയും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അൺറീച്ചബിൾ ആയിട്ടുള്ള, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. നിങ്ങളുടെ മനസ്സിന് അത് റിയലിസ്റ്റിക് ആണെന്ന് തോന്നുകയും വേണം. അങ്ങനെയുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അതിന് മുൻപേ നിങ്ങൾക്ക് റീച്ച് ചെയ്യേണ്ട ഓരോ ഗോൾസും ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത ഒരു ഗോൾ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ മുൻപേ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന വലിയ വലിയ ഗോൾസ് ഒക്കെയും തന്നെ ചെറുതായിട്ട്, കമ്പാരിറ്റീവ്ലി ചെറുതാവുകയും നമുക്ക് പെട്ടെന്ന് തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടാക്കും. നമ്മുടെ ജോലി വളരെ എളുപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, വലിയ ഒരു 100 ബംഗ്ലാവ്, 100 വില്ലകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം എന്നൊരു സംഭവം നിങ്ങൾ നോർമലി വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു സ്വർണത്തിൻ്റെ ഒരു 100 കിലോ സ്വർണം കയ്യിലെത്തണം എന്ന, അങ്ങനെ എന്ത് തന്നെയായാലും അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈനൽ ഗോൾ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പ് എനിക്ക് ഈ മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന ഒരു ഗോൾ അതിന് മുൻപ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആ 1 ലക്ഷം രൂപയൊക്കെ ഒന്നുമല്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾ പോകുന്നത് 100 കിലോ സ്വർണം എന്നൊരു ഗോളിലേക്കാണ്. അതിന് മുൻപേ ഉള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ കയറി പോകാൻ സാധിക്കും. സോ ഒരു ഫൈനൽ ഗോൾ ഉണ്ടായിരിക്കണം, അത് അൺറീച്ചബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ, ശ്രീറാം ഫിനാൻസ് അതിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് സെഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സബ്സിഡറി അവർ സെൽ ഓഫ് ചെയ്യുകയാണ്. അതൊരു ഇൻ്റർനാഷണൽ കമ്പനിക്കാണ് അവർ സെല്ല് ചെയ്യുന്നത്. ദെൻ DLF എന്താ പറയുക, 61% പ്രോഫിറ്റ് വർധനവാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നേക്ക് അതൊന്ന് ശ്രദ്ധിച്ചോളുക. ജിന്ദാൽ സ്റ്റീൽ എന്താ പറയുക, കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് 933 കോടിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് 100% വർധനവാണ് അതിൽ വന്നിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അവർക്കൊരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ ക്ലയൻറ്റിൽ നിന്നാണ്. ഏകദേശം 1000 കോടിയുടെ അടുത്ത് ടോട്ടൽ വാല്യൂ ഉള്ള ഒരു ഓർഡറാണ് അവർക്ക് വന്നിരിക്കുന്നത്. RVNL, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, അവർക്കൊരു സദേൺ റെയിൽവേയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ആകുകയാണ് ചെയ്തിട്ടുള്ള 1245 കോടിയാണ് അതിൻ്റെത്. ബയോകോൺ ഒരു എന്താ പറയുക
ഒരു ഡ്രഗ് സപ്ലൈ ചെയ്യുന്നതിന് മെക്സിക്കോ കമ്പനിയായിട്ട് ഒരു ഫൈനൽ ഇതിലെത്തിയിട്ടുണ്ട്. ദെൻ ഇന്ത്യ വിക്സ് 20ന്റെ മുകളിലാണുള്ളത്. സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പെട്ടെന്ന് അതിൻ്റെ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ട്രേഡ് ചെയ്യരുത്. ഒരല്പം സ്റ്റോപ്പ് ലോസ് കൂടുതലിട്ടിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് നടക്കുന്നൊരു കാര്യം. ദെൻ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചബഹർ പോർട്ട് 10 വർഷത്തേക്ക് ഇന്ത്യ ലീസിനെടുത്തിരിക്കുകയാണ്. ആ ഒരു കരാറിൽ ഇന്ത്യ സൈൻ ചെയ്തിരിക്കുകയാണ്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ONDC നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഓട്ടോ കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഒരു പക്ഷേ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ABB ഇന്ത്യ അവരുടെ സ്റ്റോക്ക് 11% ഇന്നലെ വർദ്ധിച്ചത്, പ്രൈസ് കയറിപ്പോയത്. കാരണം Q4 റിസൾട്ടിൻ്റെ ശേഷം ഉള്ള ആ ഒരു കുതിച്ചു കയറ്റം തന്നെയാണത്. BEML അതിൻ്റെ സ്റ്റോക്ക് ഇന്നലെ 14% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം Q4 റിസൾട്ടിന് നെറ്റ് പ്രോഫിറ്റിൽ 62% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ ലാൽപത് ലാബ്സ് 6% ഇന്നലെ സ്റ്റോക്ക് കയറിപ്പോയത്. Q4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അത് സംഭവിച്ചത്. പോളിക്യാബ് ഇന്നലെ 4% വർദ്ധിച്ചു Q4 റിസൾട്ടിൻ്റെ ഭാഗമായിട്ട്. ദെൻ പിറമൽ ഫാർമ 2.7% ഒരു വർധനമാണ് ഇന്നലെ ഉണ്ടായത്. അതും Q4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഷർദ ക്രോപ്കെം 7% ഇന്നലെ കയറിപ്പോയത്. സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോയത് അതും Q4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ റിസൾട്ട് വന്ന സ്റ്റോക്കുകളിലൊക്കെ മൂവ്മെൻ്റ് ഉണ്ടായ ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. റിലാക്സോ ഫുട്വെയർ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 2.32% ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ L&T പ്രോഫിറ്റ് 7.6% വർധനമാണ് Q4 നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ദെൻ ക്യാംസ് 21% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 21% വർധനമാണ് Q4 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് അഡ്വാൻസ്ഡ് എൻസൈംസ് 6% ഇടിവാണ്, ലാഭത്തിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ABB സ്റ്റോക്സ് 11% ഇന്നലെ കയറിപ്പോയത്. കാരണം നല്ല ഒരു റിസൾട്ടാണ് ഇന്നലെ ഈ Q4 വന്നിരുന്നത്. പിറമൽ ഫാർമ ഷെയർസ് 52 വീക്സ് ഹൈ, ഒരു പുതിയ 52 വീക്സ് ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ്. ദെൻ ഏഷ്യർ മോട്ടോഴ്സ് ഷെയർ പ്രൈസ് ഇന്നലെ 3% താഴോട്ട് പോയി. കാരണം അതിനൊരു ഫ്യൂച്ചറിൽ ഭാവിയിലേക്കൊരു പ്രതീക്ഷയില്ല എന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് കണ്ടത്. പോളിക്യാബ് ഷെയർസ് ഇന്നലെ 10%, അതായത് 2 സെഷനിലായിട്ട് 10% വർധനമാണ് രേഖപ്പെടുത്തിയത്. Q4 റിസൾട്ടിൻ്റെ ഒരു ഫൈനൽ ഒരു സംഭവം തന്നെയാണ് ഈ കാണുന്നത്. റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയധികം മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. ദെൻ ടാറ്റ മോട്ടോഴ്സ് Q4 റിസൾട്ടൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ അതിൻ്റെ ജാഗ്വാർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ജാഗ്വാറിന് ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട് എന്ന, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി അതിനകത്ത് ഡിമാൻഡ് കുറയുന്നുണ്ട് എന്ന ഒരു ന്യൂസ് വന്നതോടുകൂടി ഇന്നലെ 8% ഒരു ഫോളാണ് കാഴ്ചവെച്ചത്. ദെൻ സ്റ്റോക്കുകളെല്ലാം തന്നെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു 2 ദിവസമായിട്ട് മാർക്കറ്റ് നല്ല പോലെ ആൾക്കാർ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ, അതായത് ബിഗ് പ്ലെയേഴ്സ് തന്നെ നിക്ഷേപം നടത്തണമെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുള്ളൂ. ഈ ഒരു അവസരം നമ്മളും കൂടി ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ദെൻ ഇന്നലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുണ്ടായിരുന്നത് ആസ്ട്രലി, ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റൻ, ഹാൽ, ഇതൊക്കെയായിരുന്നു ഇന്നത്തേത് ലിസ്റ്റിൽ വരാൻ പോകുന്നത്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ പ്രോഫിറ്റ് 222% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ സ്റ്റോക്ക് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വാർത്തകളാണ്. ഇതിൽ കുറച്ച് വാർത്തകൾ ലേറ്റസ്റ്റ് അവസാനം വായിച്ച വാർത്തകൾ ഇന്നലെ വൈകുന്നേരത്ത് വായിച്ചത് തന്നെയാണ്. അതിൻ്റെ റിപ്പീറ്റേഷൻ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. ഒരു ദിവസം മാക്സിമം 30 പോയിന്റുകൾ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ തികയാതെ വരുമ്പോൾ ഇന്നലത്തതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തു പോയി എന്നേ ഉള്ളൂ. ദെൻ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലിയർലി റെഡ് ആയിട്ടാണ് എല്ലാം
ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെസ്ഡാക്ക് മാത്രമാണ് ഗ്രീനിലുള്ളത്. ഡോ ജോൺസ് S&P 500ഉം റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നിക്കി ആണെങ്കിൽ ഒരു ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ്. ഹാങ്സങ് 88 പോയിന്റ് ഗ്രീനിലാണ്. ഷങ്കായി ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ്. STI 3 പോയിന്റ് ഗ്രീനിലാണ്. കോസ്പി ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുകയാണ്. അതായത് കയ്യാലപ്പുറത്താണുള്ളത്, എങ്ങോട്ട് പോകേണ്ടതെന്ന് ഇപ്പോൾ തീരുമാനിക്കും. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,213 ഇന്ന് ഓപ്പൺ ആയത് 22,241. ഏകദേശം 28 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. അവിടുന്ന് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,248 വരെ കയറിപ്പോയിരുന്നു. അതേപോലെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് 222 വരെ ഇറങ്ങി പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 22,243 2 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്ലസ് ഒരു ഗ്രീൻ മൂവ്മെന്റ് മുകളിലോട്ട്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള അതിൻ്റെ റിപ്ലിക്ക ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ട് 248 വരെ പോയിട്ട് തിരിച്ചിറങ്ങിയതാണ്. പക്ഷെ ഓപ്പണിങ്ങിന്റെ താഴെ എത്തിയിട്ടില്ല. അതിന്റെ മുകളിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ US ഫെഡ് ചെയർ പവൽ സ്പീച്ച്, US PPI ഇയർ ഓൺ ഇയർ, മന്ത് ഓൺ മന്ത്, ജർമ്മനി ZEW എക്കണോമിക് സെന്റിമെന്റ് ഇൻഡെക്സ്, UK BOE പിൽ സ്പീച്ച്, UK എംപ്ലോയ്മെന്റ് ചേഞ്ച് ആൻഡ് റേറ്റ് 2 ഡാറ്റയാണ് വരാനുള്ളത്. ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ, ജപ്പാൻ PPI ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI ഫുഡ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI മാനുഫാക്ചറിങ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI ഫ്യൂവൽ ഇയർ ഓൺ ഇയർ, ദെൻ ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഡാറ്റയും ഒക്കെ ഇന്നാണ് വരാനുള്ളത്. സോ ഇന്ത്യൻ ഡാറ്റാസ് തന്നെ കുറേ നമുക്ക് വരാനുണ്ട്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ, ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, ഭാരതി ഹെക്സകോം, അപ്പാർ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയേഴ്സ്, BASF, ബജാജ് ഇലക്ട്രിക്കൽസ്, ആന്ധ്ര പേപ്പർ ലിമിറ്റഡ്, GTL ഇൻഫ്ര, ആന്ധ്ര സിമെന്റ്, കോൾഗേറ്റ് പമോലിവ്, ദേവയാനി ഇന്റർനാഷണൽ, BLS ഇന്റർനാഷണൽ, എയ്ഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ഒബ്രോയ് റിയാലിറ്റി, പതാഞ്ജലി ഫുഡ്സ്, കിർലോസ്കർ ബ്രദേഴ്സ്, മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ, നീൽകമൽ, സൈദൂസ് വെൽനസ്, മാട്രിമോണി.com, സീമെൻസ്, മഗധ് ഷുഗർ ആൻഡ് എനർജി, ശ്രീ സിമെന്റ്സ്, സാഗർ സിമെന്റ്സ്, ശ്യാം മെറ്റാലിക്സ്, PVR ഐനോക്സ്, ഡാൽമിയ ഭാരത് ഷുഗർ. ഇത്രയും കമ്പനികളാണ്. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഏതാനും കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 150-ലധികം കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ വായിച്ചത്. ഇന്ന് F&O ബാനിലുള്ളത് ബൽറാം ചിനി മിൽസ്, ക്യാൻ ബാങ്ക്, GMR ഇൻഫ്ര, ഹിന്ദ് കോപ്പർ, ഐഡിയ, PEL, PNB, സെയിൽ, സീൽ, ഏകദേശം കുറേ കമ്പനികൾ ഇന്ന് F&O ബാനിലുണ്ട്. F&O ബാൻ സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതും ഇതൊരു പ്രശ്നമേ അല്ല. ഇത് ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇന്ന് ഈ സ്റ്റോക്കുകളിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നത് മാത്രമാണ് F&O ബാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,309 കോടിയുടെ ബൈങ്ങും 14,808 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 4,498 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,655 കോടിയുടെ ബൈങ്ങും 9,093 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 3,562 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 936 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തുന്നത്. ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 29,474 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 22,972 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. 6,500 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മെയ് മാസത്തിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,028 ഓപ്പണായി 76 പോയിന്റ് ലാഭത്തിൽ 22,104 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ 5 ദിവസ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 5 ദിവസം കൊണ്ട് നിഫ്റ്റി 458 പോയിന്റിന്റെ ലോസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ മാസം മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 464 പോയിന്റിന്റെ അഥവാ 2.06% ലോസ് ആണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു, പക്ഷെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോർമൽ CPR ആണ്. സോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഇന്ന് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്
6ലാണ്. അതായത് നല്ല ഹൈ വോളാറ്റൈൽ മാർക്കറ്റാണ് അത് സൂചിപ്പിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.78 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ. അതൊരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് 22,500ലാണ്. 58 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 22,000 49 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെന്റിനാണ് സൂചന നൽകുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 364 പോയിന്റിന്റെ ലാഭമാണ് ബുക്ക് ചെയ്തത്. ഫിൻ നിഫ്റ്റി 187 പോയിന്റിന്റെ ലാഭം ബുക്ക് ചെയ്തു. അതേപോലെ സെൻസെക്സ് 299 പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 192 പോയിന്റിന്റെ ഗെയിനോടുകൂടി ഇന്നലെ ക്ലോസ് ചെയ്തു എന്നാണ് ഈ ഡാറ്റകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ദെൻ ഇന്ന് നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മന്ത്ലി റാസ് ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ ദിവസം താഴോട്ട് ഇറങ്ങി വന്നു. പിന്നീട് ഒരു EMA 100 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. EMA 100 സപ്പോർട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്നലെ വന്നിട്ട് ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് EMA 100 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് പൊങ്ങുകയാണ് ചെയ്തത്. സോ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം CPRന്റെ മന്ത്ലി CPRന്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ ഈ മാസത്തെ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലെവലിന്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ ക്ലോസിംഗ് കിട്ടിയിരിക്കുന്നത്. സോ അതൊരു പോസിറ്റീവായ കാര്യമാണ്. മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹയർ സൈഡിൽ നോട്ട്രേറ്റ് സോണിലേക്ക് ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെന്റ് പോയേക്കാം. എന്തും സംഭവിക്കാം. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇനി ഒരു ഡെയിലി റാസ് ലെവൽസിന്റെ ഇത് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിന്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും നല്ല രീതിയിൽ മുകളിലായിരിക്കും. അതായത് ഇന്നത്തെ ഡേ ഹൈ വരാൻ പോകുന്നത് 21,470 21,500 സോണിലാണ്. അതായത് ഈ ഒരു ഭാഗത്താണ് ഇന്നത്തെ ഡേ ഹൈ വരാൻ പോകുന്നത്. 21,500 വരെ മാക്സിമം വന്നേക്കാം. ഇനി ഇന്നത്തെ ഡേ ലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. സോ 21,000 എന്നുള്ള 21,030ന്റെയും 21,005ന്റെയും ഇടയിലുള്ള ഈ സോണിലായിരിക്കും ഡേ ലോ വരാൻ പോകുന്നത് എന്നാണ് റാസ് ലെവൽസ് നമുക്ക് പറഞ്ഞത്. ഇനി ഒരു നോ ട്രേഡ് സോണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് CPR 21,203 മുതൽ 21,111 വരെയുള്ള ഒരു ഏകദേശം 85 പോയിന്റിന്റെ ഒരു സോൺ നമുക്ക് നോട്ട്രേഡ് സോണായിട്ട് ഇവിടെ CPRും നമ്മുടെ റാസ് ലെവൽസിന്റെ നോട്ട്രേഡ് സോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു സോണിൽ നമ്മൾ ട്രേഡ് ഒഴിവാക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. കാരണം ഇത് ഏത് സമയത്തും തല തിരിഞ്ഞിറങ്ങി വരാനുള്ള ഒരു സാധ്യത. ഇനി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഹൈ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 21,288ന്റെയും 263ന്റെയും, അതായത് യെസ്റ്റർഡേ ഹൈയുടെ തൊട്ട് താഴെയായിട്ടുള്ള ഇത് ഇവിടെ റാസ് ലെവൽസിന്റെ R1 ലെവലാണ് വരുന്നത്. അപ്പോൾ യെസ്റ്റർഡേ ഹൈയും R1 ലെവലുള്ള ഈ ഒരു സോണിൽ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാം, ഒരു കൺസോൾ. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള മൂവ്മെന്റ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഫർദർ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 21,500 ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ഡേ ലോ എന്ന് പറയുന്നത് 21,000 ലെവലിലായിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യും. ഏതാണ് എന്നുള്ളത് ലൈവ് മാർക്കറ്റിലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അതായത് 21,288 263 സോണിൽ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു കൺസോളിഡേഷൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾ ട്രേഡ് ഫ്രഷ് എൻട്രി ഒഴിവാക്കേണ്ടത് ഇവിടെ 21,203ന്റെയും 21,111ന്റെ ഇടയിലുള്ള ഒരു 80-85 പോയിന്റിന്റെ ആ ഒരു സോണിൽ ഫ്രഷ് എൻട്രി ഒഴിവാക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇൻ കേസ് മാർക്കറ്റ് നെഗറ്റീവ് മൂവ്മെന്റ് തരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി 21,000 ആയിരിക്കും. ഓക്കെ, ഈ ഒരു സോണിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഹയർ സൈഡിൽ പോവുകയാണെങ്കിൽ 21,500 470 500 സോണിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വ്യൂ. മാർക്കറ്റിൽ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കിട്ടും എന്നാണ്. അതുപോലെ ഓപ്പണിങ്ങിന്റെ കാര്യത്തിൽ നമ്മളോട് പറയുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിങ്, ഒന്നുകിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടും എന്നാണ് നോട്ട്രേഡ് സോണും CPR തമ്മിലുള്ള കോമ്പിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചോ എന്നൊക്കെയുള്ളത് നമുക്ക് വൈകുന്നേരം കാണാൻ സാധിക്കും. നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകുന്നേരം കാണാം. ടേക്ക് കെയർ ആൻഡ് ഹാവ് ഗുഡ് ഡേ.